മലമുകളിൽ നിന്ന് ആർത്തരമ്പി വിളിച്ച് ഒഴുകിവരുന്ന പമ്പ. ആ പമ്പയിൽ സ്നാനം ചെയ്ത് പുണ്യം തേടി ഒരു യാത്ര. ആ യാത്രയിൽ പമ്പാ ഗണപതിയെ തൊട്ടുവണങ്ങി കലിയുഗവരദനെ കണ്ടുവണങ്ങുവാൻ ഒരു യാത്ര. ആ യാത്രയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. എല്ലാ ഗഡീസുകൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മുടെ മിഥുനമാസത്തിലെ വിശാഖാണ്. നമ്മുടെ മിന്നൂസിൻ്റെ നാളാണ് കേട്ടോ. ഇന്ന് മിന്നൂസിൻ്റെ പിറന്നാളാണ്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലേക്ക് തൊഴാൻ വന്നിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശബരിമലയിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പമ്പയിലാണ് നിൽക്കണം കേട്ടോ. നമ്മുടെ മിന്നൂസുണ്ട്, പിന്നെ സ്പെഷ്യലായിട്ടൊരു അതിഥി കൂടി ഉണ്ട് നമ്മളൊപ്പം. നമ്മുടെ ഷാലൂസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഷാലൂസും മിന്നൂസും ഞാനും കൂടിയിട്ടാണ് മിന്നൂസിൻ്റെ പിറന്നാളിൻ്റെ അന്ന് ശബരിമലയിൽ തൊഴാൻ വന്നത്. അപ്പോൾ നമ്മൾ ഷാലൂസിനെ പമ്പയിൽ എത്തിയിട്ട് ഞാനും മിന്നൂസും കൂടിയിട്ട് ശബരിമലയിൽ കയറി തൊഴുത് വരും. അപ്പോൾ ഷാലൂസിനും കൂടി ഒന്ന് തുറന്നു, അല്ലെങ്കിൽ ഷാലൂസിന് ഒറ്റയ്ക്ക് ഇരിക്കണം. അപ്പോൾ എന്ത് സംഭവിച്ചാൽ ഷാലൂസിന് തുറന്നു. അപ്പോൾ പമ്പ കാണുകയും ചെയ്യാം, പമ്പയിലൊന്ന് കുളിച്ച് ഗണപതി കോവിലൊക്കെ തൊഴുകയും ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി കൊണ്ടുവന്നതാണ് കേട്ടോ. ഇവർക്കൊക്കെ വരാൻ പറ്റുമോ നമുക്കറിയില്ലല്ലോ. അപ്പോൾ പിന്നെ അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടിയിട്ട് പോന്നു. അപ്പോൾ ഷാലൂസിനും കൊണ്ടുവന്നു. അപ്പോൾ മിന്നൂസിൻ്റെ പിറന്നാളിൻ്റെ അന്ന് ശബരിമലയിൽ തൊഴാൻ വെച്ചു. അപ്പോൾ ഇനി ശബരിമലയിലത്തെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പം എൻ്റെ മിന്നൂസിൻ്റെ ഒക്കെ പമ്പയിൽ കൂലിയൊക്കെ കഴിഞ്ഞാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷാലൂസൊക്കെ അത് ഈ അരുത്തുനിന്ന് കഴിയാൻ പറ്റാ, ഈ അരുത്തുനിന്ന് കഴിയാൻ പറ്റാ, അങ്ങോട്ട് ഇറങ്ങിയിരിക്കും. അത് മുങ്ങിയിടന്നോട്ടെ. പമ്പ ഒഴുകണത് ഇപ്പോഴാണ് നമ്മൾ കാണുന്നത് കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ ശബരിമല സീസണിൽ വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം അവിടെ കെട്ടി നിൽക്കണം, ചെറുതായിട്ട് ഒഴുകുണ്ടാവും. അപ്പോൾ പമ്പ കറക്റ്റായിട്ട് ഒഴുകണം കേട്ടോ. ഭയങ്കര നീരൊഴുക്കണം കേട്ടോ. മഴ പെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആണെങ്കിൽ മഴ പെയ്യണ കാരണം ഇവിടെ വേറെ ഉദ്യോഗസ്ഥന്മാരൊക്കെ നിൽക്കുന്നുണ്ട് വെള്ളത്തിൽ പോയി പിടിച്ച് കയറ്റാൻ വേണ്ടിയിട്ട്. ഇവിടെയൊക്കെ അങ്ങനെയാണ് പമ്പയിൽ ചായ കുടിക്കാൻ കയറിയിട്ട് കേട്ടോ. അപ്പോൾ ഒരു 3 നെയ്റോസ്റ്റും 2 ചായ ഉണ്ടാകുന്നു. അപ്പോഴതിന് 198 200 കൂട്ടാം. 3 നെയ്റോസ്റ്റ് പറഞ്ഞിട്ടാ. അപ്പോൾ പമ്പയിൽ മിന്നൂസ്, ഷാലൂസ്, ഞാനൊരു ചായ. സംഭവം നമുക്ക് മണ്ഡലമാസത്തിന് വരുന്ന സീനില്ല, പക്ഷെ വേറൊരു സെറ്റപ്പ്. കാരണം വെച്ച് കഴിഞ്ഞാൽ മണ്ഡലമാസത്തിൽ ഒരു ഭാഗം തിക്കും തിരക്കും, പിന്നെ ഇവിടെ പമ്പയിൽ വെള്ളം കെട്ടി നിൽക്കല്ലോ ചെയ്യാം. ഇവിടെ വെള്ളം നല്ല ഒഴുക്കാം, ഇറങ്ങാൻ വരെ ബുദ്ധിമുട്ടാണ്. നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ. ശരിക്കും വർഷകാലത്ത് വരുന്ന ഒരു ഫീലിംഗ്. മറ്റത് വർഷകാലം എന്ന് പറയാൻ പറ്റില്ല. അപ്പം ഈ ചായ കുടിച്ചിട്ട് നമ്മൾ മല കയറാനുള്ള പരിപാടിയില്ല. അങ്ങനെ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പമ്പയിൽ നിന്ന് കയറാനുള്ള ചവിട്ടിൻ്റെ അവിടേക്ക് നടക്കണം കേട്ടോ. പമ്പയിൽ നിന്ന് കയറാനുള്ള ചവിട്ടുപടി ഇനി അവിടേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നടപ്പുരയുണ്ട്. നടപ്പുരയൊക്കെ കാര്യം എടുക്കണം, പഴയ മാതിരിയല്ല. അതിന് തിരക്കില്ലാത്ത കാരണമാണ്. അപ്പോൾ ഷാലൂസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതൊക്കെ കാട്ടി കൊടുത്തിട്ടാണ് മെല്ലെ പോണത്. അപ്പോൾ നമുക്ക് പമ്പയിൽ നിന്ന് കയറാം കേട്ടോ. അങ്ങനെ ഷാലൂസ് ആദ്യമായിട്ടാണത് പമ്പാക്കണത്. അവിടേക്ക് ചവിട്ടി കയറാൻ പോണത് കേട്ടോ. അവർക്കൊക്കെ ഇനി എപ്പോഴൊക്കെ ഭാഗ്യമൊന്നും പറയാൻ പറ്റില്ല. ഇനി എത്ര നാൾ ഒക്കെ നമുക്ക് 51 വയസ്സൊക്കെ ജീവിക്കാൻ പറ്റുന്നൊന്നും ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ പമ്പാ ഗണപതിയിൽ അവിടെ വരെയെങ്കിലും ഇവർക്ക് വരാൻ സാധിക്കട്ടെ. അതാണ് നമ്മൾ കൊണ്ടുവന്നത്. പമ്പാ ഗണപതി അമ്പലത്തിൻ്റെ അവിടെ എത്താറായി.
അപ്പം അങ്ങനെ അത് ചവിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പമ്പ ഗണപതിയുടെ നടയാണ്. ഞാൻ അവിടെ എത്തി. നടയിൽ നമ്മൾ സീസണിൽ കയറണ പോലെ അത്ര ജനമൊന്നുമില്ല, സുഖമായി തൊഴാം. അങ്ങനെ ആദ്യമായി ഇത് പമ്പ ഗണപതിയുടെ സന്നിധിയിൽ നമ്മുടെ ഷാലൂസ് എത്തി. ഇംഗ്ലീഷൊക്കെ പിന്നെ എൻ്റെ ഒപ്പം വന്നിട്ടുള്ളത്. അങ്ങനെ ഷാലൂസിൽ നാളികേരം ഉടയ്ക്കുള്ള പരിപാടികളാണ് ഇവിടെ. ആദ്യമായിട്ട് പമ്പ ഗണപതിയുടെ അവിടെ നാളികേരം ഉടയ്ക്കണ ഷാലൂസ്. അതാണ് പമ്പ ഗണപതിയുടെ അവിടെ എത്തിയിട്ടാ. മിന്നൂസ്, ഞാൻ, ഷാലൂസൊക്കെ എത്തി. ഷാലൂസിനോട് ഇരുത്തിയിട്ട് ഇനി ഞാനും മിന്നൂസും കൂടി ശബരിമല കയറാൻ പോകുന്നപ്പോൾ ഇവിടെ ഷാലൂസിന് കൂട്ടായിട്ട് കുറേ ചേച്ചിമാരുണ്ട്. 10 ചേച്ചിമാരുണ്ട്. ഇഷ്ടംമാരെ ആൾക്കാർ തൊഴാൻ വന്നത്. വേറെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഇരുത്തി സുഖമായിട്ട് പോവാം. ഇഷ്ടംമാര് വേറെ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരുണ്ട്. പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ കുറേ ചേച്ചിമാരൊക്കെ ഉണ്ട്. എല്ലാവരും ഇരിക്കുന്നു. അപ്പം ഇനി ഞാനും മിന്നൂസും കൂടിയിട്ട് ശബരിമല കയറാൻ പോകുന്നു. സ്വാമി ശരണമയ്യപ്പ. ഞങ്ങൾ മലക്കയറ്റം ആരംഭിച്ചുട്ടാ. അത് ഞങ്ങൾ മല കയറി തുടങ്ങിയിട്ടാണ്. നമ്മുടെ മിന്നൂസിൻ്റെ ബർത്ത്ഡേ നമ്മുടെ അയ്യപ്പനെ തൊഴാൻ വേണ്ടി കയറി തുടങ്ങിയിട്ടാ. തിരക്ക് തീരില്ല ചേട്ടാ. ഈ സമയത്ത് ആദ്യമായിട്ടാണ് വരണത്. സീസണിലാണ് നമ്മൾ വരാറ്. അപ്പം ഇനി കയറി തുടങ്ങി. നീലിമല കയറണല്ലോ കേട്ടോ. നീലിമല അപ്പോൾ പച്ച ബോർഡ് കാണുന്ന നീലിമല നേരിലാണ്. അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടോ വേറെ കിടക്കുന്നതിനുള്ളിൽ വലിയ പന്നികളൊക്കെ എടുക്കാൻ കിടക്കുന്നതിനുള്ളിൽ കണ്ടോ അവിടേക്ക് ഉള്ളിൽ ചെളി അതിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പാച്ചിമേട് എത്തിനട്ടോ. അപ്പാച്ചിമേട് സ്വാമി അയ്യപ്പനെ കാണാനെത്തുന്ന ഭക്തർക്ക് അപ്പാച്ചിമേട്ടിൽ ഉണ്ട വഴിപാട് സമർപ്പിച്ചു പോകാം. സ്വാമിയെ ശരണമയ്യപ്പ. അപ്പാച്ചിമേട്ടിൽ ഉണ്ട വഴിപാട് സമർപ്പിക്കാം. സ്വാമി അയ്യപ്പനെ കാണാനെത്തുന്ന ഭക്തർക്ക് അപ്പാച്ചിമേട്ടിൽ ഉണ്ട വഴിപാട് സമർപ്പിച്ചു പോകാം. സ്വാമിയെ അവിടേക്ക് സമർപ്പിക്കാം. ഇഷ്ട വഴിപാടായ ഉണ്ട വഴിപാട് അപ്പാച്ചിമേട്ടിൽ സമർപ്പിക്കാം. സ്വാമി അയ്യപ്പനെ കാണാനെത്തുന്ന അപ്പാച്ചിമേട്ടിൽ ഇതിൻ്റെ ഉള്ളിൽ വരൂ. നോക്കിയല്ല കൊക്കമാരില്ല പോയരാ. മിന്നൂസിൻ്റെ അപ്പാച്ചിമേട്ടിൽ ഉണ്ടറിയില്ല കഴിഞ്ഞോട്ടോ. ഈ കൊല്ലത്തെ ഇനി അറിയാൻ പറ്റിയ ആൾക്ക് അപ്പാച്ചിമേട് അപ്പാച്ചിമേട് അത്യാവശ്യം കുഴപ്പമില്ല. തിരക്കുണ്ട് കേട്ടപ്പോൾ അവിടെ നേരിട്ടുണ്ടാകുന്നില്ല. ഇപ്പോൾ തിരക്കുണ്ട്, കുഴപ്പമില്ലാണ്. ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ വെച്ചാണ് ഞങ്ങൾക്ക് വരി കിട്ടിയിട്ടാ. ഇവിടെ വെച്ച് വരി കിട്ടിയിട്ട് ഞങ്ങൾക്ക് പിറ്റേ ദിവസമാണ് തൊഴാൻ പറ്റിയത്. വൈകുന്നേരം ഒരു 7 മണിക്ക് വരി കിട്ടിയിട്ട് പിറ്റേ ദിവസം ഒരു 10 മണി 12 മണിയായപ്പോഴാണ് തൊഴുത്. ഇവിടെ നിന്ന് പമ്പയിൽ നിന്ന് വരി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പമ്പയിൽ നിന്ന് നമ്മളെ കയറ്റി വിട്ടു. 2 ആളുള്ള കാരണം ഞങ്ങൾ പിന്നെ കാനവാദം കൂടി വന്ന കാരണം എന്നിട്ട് ഇവിടെ നിന്നൊരു വരി കിട്ടി. ഇവിടെ നല്ല വരിയായിരുന്നു. അവിടെ ഞങ്ങൾ എത്തിയിട്ട് ഇപ്പോൾ അപ്പാച്ചിമേട് കയറ്റം കഴിഞ്ഞു. ഇനിയിപ്പോൾ മരംകൂട്ട എത്താറായിൻ്റെ അന്ന് വരി നിന്നിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് കിടന്നുറങ്ങിയത്. ഇതിനുള്ളിൽ കിടന്നുറങ്ങി
ഫുഡ് കഴിച്ച് കട ഈ കടയാണ് ഫുഡ് കഴിച്ച് ഞാനും മിന്നൂസും. ഞങ്ങൾ ടോപ്പിലെത്തിയില്ല, പച്ചമേന ടോപ്പിലെത്തി. മിന്നൂസിന് ഇരിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ശരംകുത്തി എത്തിനട ശരംകുത്തി. ഇവിടേക്കാ കട്ട വിരിച്ചുട്ടാ, കട്ടല്ല കല്ല്. കല്ല് വിരിച്ച് അടിപൊളിയാക്കി. ഇപ്പോൾ നടക്കാൻ കണ്ട നടക്കാൻ അടിപൊളിയാക്കി. ഇതൊക്കെ കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് കേട്ടോ. ശരംകുത്തി മരക്കൂട്ടത്തിനുണ്ടോ? മരക്കൂട്ടം. ശരംകുത്തി കഴിഞ്ഞു മരക്കൂട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിന്നൂസ് ബാക്കിൽ വരുന്നുണ്ട്. വേണ്ട ബാക്കിൽ മരക്കൂട്ടം എഴുതിയിട്ടുണ്ട്. മരക്കൂട്ടം എഴുതിയിട്ടുണ്ട്. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. മരക്കൂട്ടത്തോടെ നടന്നുകൊണ്ടിരിക്കണ കേട്ടോ ഞാനും മിന്നൂസും. കോടയുണ്ട്, അതുമാതിരി വെയിലുണ്ട്. അങ്ങനെ സന്നിധാനത്തേക്ക് ഇറങ്ങി തുടങ്ങിട്ടാ. സന്നിധാനത്ത് ഇറങ്ങി തുടങ്ങി. സന്നിധാനം എത്തിന്ന് പറയാം. നമ്മുടെ സന്നിധാനം എത്തിയിട്ടാ. മൊത്തം കാലിയാണ്. വരി നിൽക്കണ കൗണ്ടറുകളൊക്കെ കാലിയാണ് കേട്ടാ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ആദ്യമായിട്ട് കുറേ കാലങ്ങൾക്ക് ശേഷം, പിന്നെ സീസണിലല്ലല്ലോ ഇത്, ആദ്യമായിട്ടാണ് സീസണിലല്ലാണ്ട് വരുന്നത്. മിന്നൂസിൻ്റെ പിറന്നാളായ കാരണം വന്നതാണ്. പക്ഷെ ഇനി ഇടയ്ക്കിടയ്ക്ക് വരും, കാരണം നല്ലൊരു അനുഭവമാണ് ഈ സമയത്ത്. സീസണിൽ എങ്ങനെയാണെന്ന് ചിന്തിച്ച് നോക്കി. ഇവിടെയൊക്കെ ഇപ്പത് ഒഴിഞ്ഞ കൗണ്ടറുകളെയൊക്കെ അങ്ങനെ ഞങ്ങൾ നടയിലൊക്കെ എത്തിയിട്ടാ. നടയിൽ എന്ന് പറയുമ്പോൾ 18 മണി അവിടെ കയറണം. സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കണം. സ്റ്റെപ്പ് കൈവിട്ട് 18-ാം പടി. 18-ാം പടി കയറാൻ പറ്റില്ല, തൊഴാൻ വന്ന കാരണം. അപ്പം ഞങ്ങൾ തൊഴാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തിരക്കൊന്നും ഇല്ലാത്ത കാരണം സുഖമായിട്ട് കയറി തൊഴാം. നമ്മൾ കണ്ടില്ലേ, ഇവിടെയൊക്കെ നല്ല തിരക്ക് വരണതാണ്. പക്ഷേ മണ്ഡലകാലല്ലാത്ത കാരണം അടിപൊളിയായിട്ട് വന്ന് തൊഴുത് ഭഗവാനെ കണ്ടു പോവാം. വേഗം നടക്ക്. ആ ചേട്ടനൊപ്പം ആ സ്വാമിവേരി പോകുന്നുണ്ടാ. ശിവേരി നടക്കാന്നുകൊണ്ട് മേളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ശിവേരി ആണെന്ന് സംശയമുണ്ട്. അപ്പോൾ നമുക്ക് വേഗം പോയി നോക്കാം കേട്ടോ. എത്തിയതേ ബാക്ക് സൈഡിൽ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ. ഞാൻ തൊഴ ഇറങ്ങിയിട്ടില്ല, ഇറങ്ങണല്ലോ. ഭഗവാന്റെ ശ്രീകോവിലാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോടയാണ് കേട്ടോ, കോട നയിക്കണം. ഫുൾ കോടയാണ്. നമ്മൾ കാട്ടിക്കോട വരുമ്പോൾ നല്ല കോട.
ഭഗവാന്റെ കൊടിമരമാണ് ഈ കാണുന്നത് കേട്ടോ. പാട്ടമ്പടിയിൽ അവിടെ നിന്ന് കയറി വരുമ്പോഴുള്ള കൊടിമരം. ഇത് മേൽശാന്തി മഠമാണ്. ഭഗവാന്റെ അമ്മയായി കരുതുന്ന മേൽശാന്തിയുടെ മഠം. ഇന്ന് വിശിഷ്ട പൂജകളുള്ള ദിവസമാണ്. ഇന്ന് ഈ മാസം അവസാന ദിവസമാണ്. അപ്പോൾ അഭിഷേകം നടത്തിയിട്ടുള്ള പുണ്യവെള്ളം കൈപറ്റാൻ വേണ്ടിയിട്ടാണ് ഈ കുപ്പികളും കൈപിടിച്ച് നിൽക്കണം എല്ലാവരും കേട്ടോ. എല്ലാ നാട്ടിൽ നിന്നുണ്ട്, എല്ലാ മറ്റേ തമിഴ്നാട്, ആന്ധ്ര, കർണാടക, നമ്മൾ കേരളത്തിൽ നിന്നും. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടി നിൽക്കണം കേട്ടോ, കുപ്പി കൈ പിടിച്ചിട്ട്. ഇത് ശ്രീകോവിലിൻ്റെ ബാക്ക് വശമാണ്. അപ്പോൾ ഇവിടെ നമസ്കരിക്കാനും ചൈന പ്രദക്ഷിണം നടത്താനൊക്കെ ഇപ്പോൾ സൗകര്യമുണ്ട്. എൻ്റെ മിന്നൂസിന് തൊഴിലൊക്കെ കഴിഞ്ഞു കേട്ടോ. 2 വട്ടമൊക്കെ കയറി തൊഴുതു. പിന്നെ ഇവിടെ നല്ല മഴയാണ് കേട്ടോ. കയറുമ്പോൾ കുറച്ച് നേരം മഴ കിട്ടിയായിരുന്നു. പിന്നെ മഴ പോയി കുറച്ച് നേരം വെയിൽ വെച്ചു പോയി. ഇപ്പോൾ നല്ല മഴയാണ്. അപ്പോൾ ഇവിടെ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിനി ഇത് തൊഴിലൊക്കെ കഴിഞ്ഞു. അപ്പോൾ മിന്നൂസിൻ്റെ പിറന്നാളായിരുന്നു ഇന്ന്. അപ്പോൾ ഇന്ന് പിറന്നാളിന് ശബരിമലയിലാണ് തൊഴുതത്. അപ്പോൾ ഷാലൂസ് അവിടെ നോക്കിയിരിക്കുക നമ്മളെ പമ്പയിൽ. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇനി ഇറങ്ങണ വീഡിയോ കൂടി ഇത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ലെങ്ത് ആയിരിക്കും വീഡിയോ. അപ്പോൾ നമ്മൾ അടുത്ത പാർട്ടിൽ ഇറങ്ങണ വീഡിയോസ് കേട്ടോ നമുക്ക്. അപ്പോൾ ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. മിന്നൂസിൻ്റെ പിറന്നാളാണ്. അപ്പോൾ എല്ലാവരും വിഷ് ചെയ്തോളൂ കേട്ടോ ഒന്ന്.